Welcome to another live by IILT. My name is Sharon Thomas and I'm again back with another writing live session. So ഇന്നത്തെ ലൈവിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരുപാട് സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഡിസ്ചാർജ് പ്ലാനിനെ എങ്ങനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് കേസ് നോട്ടിൽ എങ്ങനെ ലെറ്റർ ആയിട്ട് എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു ലൈവ് സെഷനിൽ നോക്കുന്നത്. ഓക്കെ, സോ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജ് പ്ലാൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കാണിച്ചു തരണം എന്ന്. സോ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ലൈവ് സെഷൻസ് പോകുന്നത് കേട്ടോ. Yeah. So I'm just waiting for you to join. So I can't see you all. So there's a small issue actually. I cannot see. നിങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. Just wait a minute. Yeah. Okay. Benita Amal. Good evening, Benita. Shilji Francis. Good evening, Shilji. Santhya. Hi. Hello, Santhya. Boni. Hi, Boni. Binsi K. Babu. Hi, Binsi. Yes. Mary Selin. Hi, good evening, Mary. Yes. Yeah. Hilar. Good evening. Good evening. പിന്നെ how are you all doing? നിങ്ങളുടെ എക്സാംസ് ഒക്കെ എങ്ങനെ പോകുന്നു, പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് മീൻവെൽ OET റൈറ്റിങ്ങിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു സെഷൻ ഇടയ്ക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഐ വിൽ ബി ക്ലിയറിങ് ഇറ്റ് ഓൾ. ഓക്കെ, യെസ്. Yes, Danya Joseph. Hi, Danya. Yeah, I'll just wait for another 1 minute. സോ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി പറയുവാണ്, നമ്മൾ ഡിസ്ചാർജ് പ്ലാൻ, നമ്മുടെ കേസ് നോട്ടിനകത്ത് ഡിസ്ചാർജ് പ്ലാൻ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്ത് ഒരു ലെറ്റർ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കുന്നത്. സോ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞു ഡിസ്ചാർജ് പ്ലാനിൻ്റെ മാത്രം ഒരു സെക്ഷൻ ചെയ്യണമെന്ന്. സോ ആ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്നത്തെ ഒരു ലൈവ് സെഷൻ റൈറ്റിംഗ് നമ്മൾ നടത്തുന്നത് കേട്ടോ. ആൻ്റണി വർക്കീസ്. ഹായ്. യാ. സോ എനിവേ വിൽ സ്റ്റാർട്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട് സെൻറ്റൻസ് വിത്ത് സിൻസ്. നമ്മളെപ്പോഴും സിൻസ് നമ്മളൊരു പുതിയൊരു സെൻറ്റൻസ് ആയിട്ട് തുടങ്ങാത്തതാണെന്നുള്ളത്, നമ്മൾ ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ സിൻസ് കൊടുക്കുന്നത് യൂഷ്വലി. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു അവോയ്ഡ് സ്റ്റാർട്ടിങ് എ സെൻറ്റൻസ് യൂസിങ് സിൻസ്. ഓക്കെ, ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൗമ്യ ജോൺസൺ. ഹായ് സൗമ്യ. സോ എനിവേ വിൽ സ്റ്റാർട്ട്. ഓക്കെ, സോ ആദ്യം തന്നെ ഞാൻ പറയാം, ഡിസ്ചാർജ് പ്ലാൻ നമ്മൾ എഴുതുമ്പം നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് എഴുതുമ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സും ഫ്രേസസും ഉണ്ട്. ഫസ്റ്റ് ഞാൻ നിങ്ങളെ അതാണ് കാണിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് എങ്ങനെയാണ് ചെയ്യുന്നതിൽ നമ്മൾ നോക്കും. ഓക്കെ, സോ ആദ്യമായിട്ട് ഇത് വിസിബിൾ ആണോ എന്ന് പറയണം. ഓക്കെ, ഒരു ഡൗട്ട് കൂടെ ഉണ്ട്, അതുകൊണ്ടൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. റെഫറൻസ് നെയിം കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വരുന്നതെങ്കിൽ ബിറ്റ്വീൻ കോമ വേണം. നമ്മൾ എഴുതുന്നത് റെഫറൻസ് ക്യാപിറ്റൽ ലെറ്റർ ആർ സ്മോൾ ലെറ്റർ ഇ, ദെൻ വിൽ പുട്ട് കോളൻ, ഒരു കോളൻ ഇട്ടിട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ പേര് എഴുതും. പേഷ്യൻറ്റിൻ്റെ പേര് എഴുതിയതിന് ശേഷം ഒരു കോമ ഇട്ടിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എഴുതുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുമ്പോൾ ക്യാപിറ്റൽ DOB, ദെൻ കോളൻ ഇട്ടിട്ട് ഡേറ്റ് എക്സ്പാൻഡ് ചെയ്താണ് എഴുതുന്നത്. സോ ഒരു കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് DOB എന്നുള്ളത് എഴുതുന്നത് കേട്ടോ. ഓക്കെ, യാ.
So we are just starting it. So before that ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ഫ്രേസസ് വേർഡ്സ് ഒക്കെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷമാണ് നമ്മൾ ഡിസ്ചാർജ് പ്ലാൻ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ യു ക്യാൻ സീ കൈൻഡ്ലി ഹിയർ. കൈൻഡ്ലി ഉണ്ട്, പ്ലീസ് പ്രൊവൈഡ് ഉണ്ട്, കൈൻഡ്ലി എൻഷോർ, പ്ലീസ് എൻഷോർ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് വൈറ്റൽ, എൻഷോർ ദാറ്റ്, then please note. ഇങ്ങനെ കുറേ ഫ്രേസസ് അല്ലെങ്കിൽ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഡിസ്ചാർജ് പ്ലാൻ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. കൈൻഡ്ലി യൂസ് ചെയ്യാം, പ്ലീസ് പ്രൊവൈഡ് യൂസ് ചെയ്യാം, കൈൻഡ്ലി എൻഷുർ പറയാം, പ്ലീസ് എൻഷുർ പറയാം, അതുപോലെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് വൈറ്റൽ, ഇറ്റ് ഈസ് ബെനഫിഷ്യൽ ഇങ്ങനെ പറയാം. ആൻഡ് ദെൻ എൻഷുർ ദാറ്റ് പറയാം, പ്ലീസ് നോട്ട് ദാറ്റ് പറയാം. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്ചാർജ് പ്ലാന് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന സെൻറ്റൻസ് ആണ്. ഇനി ഇതെല്ലാം വെച്ചിട്ട് എങ്ങനെയാണ് സെൻറ്റൻസ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ സോ വി ജസ്റ്റ് മൂവിങ് ഓൺ ടു ദി ഫസ്റ്റ് സെൻറ്റൻസ്. സോ ഇതൊരു സാമ്പിൾ ഡിസ്ചാർജ് പ്ലാൻ ആണ്. എല്ലാവർക്കും വിസിബിൾ ആണോ എന്ന് പറയണം. സോ ഇതൊരു സാമ്പിൾ ഡിസ്ചാർജ് പ്ലാൻ ആണ്. ആസ് യു ക്യാൻ സി 1 2 3 4 5 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഓരോന്നും നമ്മൾ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ആദ്യമായിട്ട് നമുക്ക് കാണാം, മോണിറ്റർ വൂണ്ട് വൺസ് ഇൻ 2 days, റിമൂവൽ ഓഫ് ഡ്രസ്സിംഗ് ആഫ്റ്റർ 48 hours. അതാണ് ഒന്നാമത്തെ സെൻറ്റൻസ്. ദെൻ യു ക്യാൻ സി മോണിറ്റർ മെഡിക്കേഷൻ കംപ്ലയൻസ്, പെയിൻ മെഡിക്കേഷൻ ബ്രാക്കറ്റിലുണ്ട്. മെയിൻറ്റെയിൻ മോഡിഫൈഡ് ഡയറ്റ് ഫോർ 1 month ഡ്യൂ ടു ചാൻസ് ഓഫ് ഫ്ലാറ്റുലൻസ് ആൻഡ് ഇൻഡൈജഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അവോയ്ഡ് സ്പൈസി ഫുഡ് ആൻഡ് ആർ സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഡയറ്റ്, ലോ സോൾട്ട്, ലോ ഫാറ്റ് ആൻഡ് ലോ ഇൻടേക്ക് ഓഫ് കാലറി. സോ ഇത്രയാണ് നമുക്കൊരു ആദ്യത്തെ ഒരു ഡിസ്ചാർജ് പ്ലാൻ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാമെന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നത്. സോ ഇതിനകത്ത് ഞാൻ 1 by 1 ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. സോ ഒന്നാമത്തെ ഇതാണ്. സോ നിങ്ങളിന്ന് ട്രൈ ചെയ്യണം. ഐ ജസ്റ്റ് വാണ്ട് യു ടു ട്രൈ ദിസ്. മോണിറ്റർ വൂണ്ട് വൺസ് ഇൻ 2 days, ബ്രാക്കറ്റിൽ റിമൂവൽ ഓഫ് ഡ്രസ്സിംഗ് ആഫ്റ്റർ 48 hours. ഇതിനെ നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്ത് എഴുതാൻ പറ്റുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഐ വിൽ ബി ചെക്കിങ് യുവർ കമൻറ്റ്സ്. ഓക്കെ, I'll be checking your comments, so you can just try answering this particular sentence. Monitor wound once in 2 days, removal of dressing after 48 hours. ഇതെങ്ങനെയാണെന്ന് ട്രാൻസ്ഫോം ചെയ്ത് എഴുതാൻ പറ്റും നോക്കിയേ. ആൻഡ് വൺ മോർ തിങ്, നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ കൈൻഡ്ലി, പ്ലീസ് എൻഷുർ അതൊന്നും ഇല്ലാതെയും നമുക്ക് എഴുതാം, അത് ആഡ് ചെയ്തും എഴുതാം. സോ എങ്ങനെയാണ് നിങ്ങളുടെ ഐഡിയയിലൊന്ന് ഒരു സെൻറ്റൻസ് എഴുതുക. വിൽ ജസ്റ്റ് കറക്റ്റ് ഇറ്റ് ആൻഡ് ദെൻ വിൽ മൂവ് ഓൺ. ഓക്കെ, അശ്വതി കെ ഷാജി. ഹായ് അശ്വതി. സി സെൻറ്റൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിനു റോസ്. ഹായ് റിനു. Yeah, monitor wound once in 2 days, removal of dressing after 48 hours. ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ആൻഡ് ദെൻ I'll give you the exact answer for the same. ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ. യെസ്, ഒരു നേഴ്സിനാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഷോർട്ട് ഫോം യൂസ് ചെയ്യാമോ? സോ എപ്പോഴും ഓർത്തോണം, അബ്രിവിയേഷൻസ് നമ്മൾ യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ റീഡർ ആരാണ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടാണ്. സോ ഇപ്പം നമ്മളൊരു നേഴ്സിന് എഴുതുന്നതെങ്കിൽ മിക്കപ്പോഴും അത് അവർക്ക് അറിയായിരിക്കും, മോസ്റ്റ് ഓഫ് ദി അബ്രിവിയേഷൻസ് അറിയായിരിക്കും. സോ ഇപ്പം വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയിലുള്ള ഒരു അബ്രിവിയേഷൻ ആണെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ അതിനെ ആ ഷോർട്ട് രീതിയിൽ തന്നെ എഴുതിയാൽ മതി. ആൻഡ് ഒരു നേഴ്സിനാണെങ്കിലും അങ്ങനെ തന്നെ ഷോർട്ടായിട്ട് തന്നെ എഴുതിയാൽ മതി. അബ്രിവിയേഷൻ എന്നുള്ള രീതിയിൽ തന്നെ എഴുതിയാൽ മതി, എക്സ്പാൻഡ് ചെയ്യണം എന്നില്ല. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ ഇതൊന്ന് ട്രൈ ചെയ്യൂ. മോണിറ്റർ വൂണ്ട് വൺസ് ഇൻ 2 days, റിമൂവൽ ഓഫ് ഡ്രസ്സിംഗ് ആഫ്റ്റർ 48 hours. Yeah, I need an answer for the same. Susan Sunny. Hi Susan. Please remove his dressing after 24 hours and monitor his wound once in 2 days.
please remove his dressing after 24 hours. Yeah, after 48 hours ആണ് പറഞ്ഞിരിക്കുന്നത്, after 48 hours, and monitor his wound once in 2 days. Okay, that's good. Mary Celine, that's right. Okay. Yeah. Next one. So, is there any other answers for the same? If not, I'll give you the right answer. Okay, anyway, I'll give the answer for the same. Her dressing can be removed after 48 hours of discharge and kindly monitor her wound once in 2 days. So, here kindly എന്ന് പറഞ്ഞ ഒരു phrase നമ്മൾ അതിനകത്ത് കണ്ട ആ ഒരു word ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. Her dressing can be removed after 48 hours of discharge and kindly monitor her wound once in 2 days. Okay. Yeah. So, that is the answer for this one. Okay. ഇത് ക്ലിയർ ആണല്ലോ അല്ലേ, ഈ ഒരു സെൻറ്റൻസ് ഓക്കെ ആണല്ലോ. ഹെർ ഡ്രസ്സിംഗ് ക്യാൻ ബി റിമൂവ്ഡ് ആഫ്റ്റർ 48 hours of discharge and kindly monitor her wound once in 2 days. ഈ രീതിയിൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ. Her dressing can be removed after 48 hours and please monitor her wound once in 2 days, which is absolutely right. Anju Subin, that's right. Okay. Correct ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ഓക്കെ. മോണിറ്റർ മെഡിക്കേഷൻ കംപ്ലയൻസ് പെയിൻ മെഡിക്കേഷൻ, ബ്രാക്കറ്റിൽ പെയിൻ മെഡിക്കേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. മോണിറ്റർ മെഡിക്കേഷൻ കംപ്ലയൻസ്, ഇവിടെ ഒരു സ്മോൾ ഒരു കറക്ഷൻ ഉണ്ട്. ഇത് COMPLI ആണ് ഇവിടെ വരുന്നത്, കംപ്ലയൻസ് എന്നാണ് വരേണ്ടത്. സോ കംപ്ലയൻസ് പെയിൻ മെഡിക്കേഷൻ, ഇത് ഫോളോ ചെയ്ത് പോകണം, പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോകണം എന്നുള്ള മീനിങ് ആണ് വരുന്നത്. സോ മോണിറ്റർ മെഡിക്കേഷൻ കംപ്ലയൻസ് ബ്രാക്കറ്റിൽ പെയിൻ മെഡിക്കേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഹൗ ക്യാൻ വി എക്സ്പാൻഡ് ദിസ്? ഇതെങ്ങനെയാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നത്? ഡിസ്ചാർജ് പ്ലാൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്ന പാരഗ്രാഫിൽ എഴുതുന്നതാണ്. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നത് എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൈൻഡ്ലി മോണിറ്റർ ഹെർ മെഡിക്കേഷൻ കംപ്ലയൻസ്. ഓക്കെ, സൂസൻ പറഞ്ഞിട്ടുണ്ട് കൈൻഡ്ലി മോണിറ്റർ ഹെർ മെഡിക്കേഷൻ കംപ്ലയൻസ്. പറയാം, കൈൻഡ്ലി നമുക്ക് പറയാം. ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പത്തെ സെൻറ്റൻസിനകത്ത് കൈൻഡ്ലി നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരെണ്ണം മാറ്റി വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. കൈൻഡ്ലിക്ക് പകരം വേറെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. രാജു പറഞ്ഞിട്ടുണ്ട് കൈൻഡ്ലി മോണിറ്റർ വൂണ്ട് ഇൻ എവറി 2 days. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബി റിമൂവ്ഡ് ഡ്രസ്സിങ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബി റിമൂവ്ഡ് ഡ്രസ്സിങ് ആഫ്റ്റർ 2 days അല്ല, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിമൂവ് ദി ഡ്രസ്സിങ് ആഫ്റ്റർ 2 days. ഓക്കെ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് ഇട്ടിട്ട് പിന്നെ ഈസ് ഇട്ടിട്ടുണ്ട്, ഒന്ന് മതി. ഇറ്റ് ഈസ് എന്നാണെങ്കിൽ ഇറ്റ് ഈസ് ആണേ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മോണിറ്റർ ഹിസ് മെഡിക്കേഷൻ കംപ്ലയൻസ് ആണ്, കംപ്ലയിൻസ് അല്ല കംപ്ലയൻസ് ആണ്, സ്പെല്ലിങ് നോക്കണം. എസ്പെഷ്യലി പെയിൻ മെഡിക്കേഷൻ. ഓക്കെ, എസ്പെഷ്യലി പെയിൻ മെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. മോണിറ്റർ ഹിസ് മെഡിക്കേഷൻ കംപ്ലയൻസ്, എസ്പെഷ്യലി പെയിൻ മെഡിക്കേഷൻ. ഓക്കെ, ദാറ്റ്സ് അഗെയിൻ റൈറ്റ്. സോ ഐ ഷോ യു ദ ആൻസർ. ഇവിടെ നമ്മൾ നേരത്തെ ക്വസ്റ്റിനകത്ത് നമ്മൾ കൈൻഡ്ലി യൂസ് ചെയ്തത് കൊണ്ട് നമുക്കിവിടെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് പറഞ്ഞ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മോണിറ്റർ ഹെർ മെഡിക്കേഷൻ കംപ്ലയൻസ് എസ്പെഷ്യലി വിത്ത് അനാൽജസിക്സ്. അതായത് നമ്മൾ പെയിൻ മെഡിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അനാൽജസിക്സ് എന്ന് പറഞ്ഞ് അതിനെ ഇതാക്കി, അപ്പം നമ്മൾ അനാൽജസിക്സ് എന്ന് എഴുതി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മോണിറ്റർ ഹെർ മെഡിക്കേഷൻ കംപ്ലയൻസ് എസ്പെഷ്യലി വിത്ത് അനാൽജസിക്സ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. So moving on to the next question. Okay. Okay. Maintain modified diet for 1 month due to the chance of flatulence and indigestion. Due to the chance of flatulence and indigestion. Due to the chance of flatulence and indigestion. Okay.
Maintain modified diet for 1 month due to chance of flatulence and indigestion. ഇതിനെ നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്ത് എഴുതാൻ പറ്റുന്നത്? It is important to monitor the medication, mainly pain medication. Okay. പറയാം. അഞ്ജു റൈറ്റ് ആണ്. Maintain modified diet for 1 month due to chance of flatulence and indigestion. എങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്? Just try it. നമ്മൾ കൈൻഡ്ലി പറഞ്ഞു, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് പറഞ്ഞു. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞാലോ? വിവിയാൻ, ഹായ് വിവിയാൻ, ഹൗ ആർ യു ഡൂയിങ്? യെസ്. സോ ഇതിനെ എങ്ങനെ പറയാം? നമ്മൾ കൈൻഡ്ലി യൂസ് ചെയ്ത് പറഞ്ഞു ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് വെച്ച് പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ കണ്ടതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു സെൻറ്റൻസോ ഒരു ഫ്രേസോ ഒരു വേർഡോ വെച്ച് നമുക്കതിനെ പറയാം. എങ്ങനെ പറയാം? Maintain modified diet for 1 month due to chance of flatulence and indigestion. Try ചെയ്ത് നോക്കൂ. It is beneficial. Of course, it is beneficial പറയാം. It is beneficial പറയാം. ഇല്ലെങ്കിൽ it is beneficial. It is important എന്ന് പറയാൻ നമ്മൾ പറഞ്ഞാൽ it is vital, it is beneficial ഒക്കെ. വേറെ എന്താ നമുക്ക് പറയാൻ പറ്റുന്നേ? മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയണമെങ്കിലോ അതിന് നിങ്ങൾ ഉറപ്പ് വരുത്തണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. പ്ലീസ് എൻഷുർ ടു മെയിൻറ്റെയിൻ ഹെർ മോഡിഫൈഡ് ഡയറ്റ് ഫോർ 1 month ഡ്യൂ ടു ചാൻസ് ഓഫ് ഫ്ലാറ്റുലൻസ് ആൻഡ് ഇൻഡൈജഷൻ. ഓക്കെ. പ്ലീസ് എൻഷുർ ദാറ്റ് പറയാം. Kindly ensure maintenance of diet modification for 1 month due to chance of flatulence and indigestion. Okay, that's right. Ensure her diet to be modified. Okay, ensure പറയാം. Please ensure or ensure ഒക്കെ നമുക്ക് പറയാം. Okay, right. So നമുക്കിതിൻ്റെ ഒരു ആൻസർ നോക്കാം. നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സ് ശരിയാണ്. എൻഷുർ ദാറ്റ് ഷീ മെയിൻറ്റെയിൻസ്, ഒന്നെങ്കിൽ മെയിൻറ്റെയിൻസ് പറയാം, ഇല്ലെങ്കിൽ മെയിൻറ്റെയിൻസ് മാറ്റി നമുക്ക് ഫോളോസ് എന്ന് വേണമെങ്കിൽ പറയാം. രാജി പറഞ്ഞിട്ടുണ്ട് പ്ലീസ് എൻഷുർ ഹെർ മെഡിക്കേഷൻ കംപ്ലയൻസ്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു അതിന് മുമ്പത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഫൈൻ. എൻഷുർ ദാറ്റ് ഷീ മെയിൻറ്റെയിൻസ് ഓർ ഫോളോസ് മോഡിഫൈഡ് ഡയറ്റ് ഫോർ 1 month due to chance of flatulence and indigestion. Due to chance of flatulence and indigestion. Ensure that she maintains or follows modified diet for 1 month due to chance of flatulence and indigestion. Okay. Please note, ensure her. So when you are writing please note എഴുതിയിട്ടുണ്ടെങ്കിൽ please note കഴിഞ്ഞിട്ട് you have to put a comma. ഒരു comma ഇടണം. Please note comma. Please note comma her diet for 1 month to be maintained എന്നുള്ള രീതി പറയണം. അല്ലെങ്കിൽ please note that എന്ന് വെച്ച് പറയണം കേട്ടോ. her diet to be modified for 1 month due to the chance of flatulence and his diet to be, her diet to be maintained for 1 month due to the chance of flatulence and indigestion എന്ന് പറയണം. പ്ലീസ് നോട്ട് ഇട്ട് കോമയാണ് ഇടുന്നതെങ്കിൽ. ഓക്കെ. പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ഹെർ ഡയറ്റ് നീഡ്സ് ടു ബി മോഡിഫൈഡ് ഫോർ 1 month ടു പ്രിവെൻറ്റ് ദ ചാൻസ് ഓഫ് ഫ്ലറ്റുലൻസ് ആൻഡ് ഇൻഡൈജഷൻ. അങ്ങനെ വേണമെങ്കിലും പറയാം. ദാറ്റ്സ് ഓൾസോ റൈറ്റ്. ഓക്കെ. ഓക്കെ, എഗെയിൻ അതും റൈറ്റ് ആണ്. സോ വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും ക്ലിയർ ആണല്ലോ? നമ്മൾ കൈൻഡ്ലി പറഞ്ഞു, പ്ലീസ് എൻഷുർ പറഞ്ഞു, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് പറഞ്ഞു. ഓക്കെ, നമ്മളിങ്ങനെ ഓരോന്നും വെച്ച് എഴുതി നോക്കുവാണ് കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഷാൽ വി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ? ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. റൈറ്റിംഗ് സംബന്ധിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് തിങ്, ദാറ്റ് ഈസ് avoid spicy food and a small and frequent diet. Avoid spicy food and a small and frequent diet. Avoid spicy food avoid ചെയ്യണം and a small and frequent diet. Yes.
ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ബെനീറ്റ, മേരി, ഷിൽജി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. സോ അവോയ്ഡ് സ്പൈസി ഫുഡ് ആൻഡ് ആർ സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഡയറ്റ്. അതായത് സ്പൈസി ഫുഡ് അവോയ്ഡ് ചെയ്യണം, ഫ്രീക്വൻറ്റ് ഡയറ്റും അതുപോലെ സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഡയറ്റ് വേണം ഇവർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീന, ഓക്കെ. അവോയ്ഡ് സ്പൈസി ഫുഡ് ആൻഡ് ആർ സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഡയറ്റ്. സോ എന്താണ് ആൻസർ? എങ്ങനെ എഴുതാം നമുക്ക്? It is vital to continue modified diet for 1 month in order to eliminate the chance of flatulence and indigestion. രാജി പറഞ്ഞിട്ടുണ്ട്. അതും ശരിയാണ്. നമുക്ക് നേരത്തെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അതും നമുക്ക് ഇച്ചിരി ഒന്ന് കൺസൈസ് ചെയ്ത് പറഞ്ഞാലും കുഴപ്പമില്ല. 1 month in order to eliminate എന്നൊക്കെ പറഞ്ഞ് അത്രയും എക്സ്പാൻഡ് ചെയ്യണമെന്നില്ല. എപ്പോഴും കൺസൈസ്ഡ് ആൻഡ് ക്ലിയർ ആയിട്ട് ഇരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, പ്ലീസ് അഡ്വൈസ് ഹെർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് അഡ്വൈസ് ഹെർ ടു അവോയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. അവൾ അഡ്വൈസ് ചെയ്യണം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ഓക്കെ, പ്ലീസ് അഡ്വൈസ് ഹെർ പറയാം. ഇതിന് വേറെന്താ ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? Please note he needs to be avoided spicy food. He needs to avoid. Please note he needs to avoid ആണ്. To avoid spicy food and follow small and frequent diet. Okay. It is important to avoid spicy foods and please provide small and frequent diet. Okay. Okay. It is important for her to avoid spicy food and provide small and frequent diet. Okay, right. Sharon, Benita, Mary പറഞ്ഞിട്ടുണ്ട് ആൻസേഴ്സ്. Okay, it is important for her to avoid spicy food and provide small and frequent diet. Okay. So let's look at the answer for this one. നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സ് ഒക്കെ കറക്റ്റാണ്. പ്ലീസ് ഇൻസ്ട്രക്ട്, നമ്മൾ അഡ്വൈസിനൊക്കെ പകരം ഇൻസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ബെനഫിഷ്യൽ ടു അവോയ്ഡ്. ഓക്കെ, ഇറ്റ് ഈസ് ബെനഫിഷ്യൽ ടു അവോയ്ഡ് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ പ്ലീസ് അവളെ ഇൻസ്ട്രക്റ്റ് ചെയ്യണം എന്നുള്ള, അവൾക്കൊരു അഡ്വൈസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം. പ്ലീസ് ഇൻസ്ട്രക്ട് ഹെർ ടു അവോയ്ഡ് സ്പൈസി ഫുഡ് ആൻഡ് പ്രൊവൈഡ് സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഡയറ്റ്. സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഡയറ്റ്. Please note she needs to avoid spicy food and encourage her to take small as well as frequent diet. She needs to avoid spicy food and encourage her to take. അതും കറക്റ്റാണ്. ശ്രുതി പറഞ്ഞിട്ടുണ്ട്, അതും കറക്റ്റാണ്. She was advised to restrict spicy food. അതിനേക്കാളൊക്കെ നല്ലത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകാതെ ഇച്ചിരൂടെ സിമ്പിളായിട്ട് പറയുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഓക്കെ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് to her. It is important for her ആണ്. That to her നമ്മൾ പറയില്ല. It is important for her to avoid spicy food and provide small and frequent diet. അങ്ങനെ പറയാം. She requires small and frequent diet and encourage her to avoid spicy food. Okay. It is very important to avoid spice. Very important വേണമെന്നില്ല, it is important മതി. It is important to avoid spicy food and provide small and frequent diet. ഓക്കെ, അഞ്ചു പറഞ്ഞിട്ടുണ്ട്, അശ്വതി പറഞ്ഞിട്ടുണ്ട്, ശ്രുതി, അമ്പിളി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, റീനു. ഓക്കെ, റൈറ്റ്. ഇത് കണ്ടല്ലോ. പ്ലീസ് ഇൻസ്ട്രക്ട് ഹെർ ടു അവോയ്ഡ് സ്പൈസി ഫുഡ് ആൻഡ് പ്രൊവൈഡ് സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഡയറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും ക്ലിയർ ആണല്ലോ. വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. സോ ആ ഒരു എൻ്റെ ഡിസ്ചാർജ് പ്ലാനിലെ ലാസ്റ്റ് ഇത് സെൻറ്റൻസ് ആണ്. ലോ സോൾട്ട്, ലോ ഫാറ്റ് ആൻഡ് ലോ ഇൻടേക്ക് ഓഫ് കാലറി. ലോ സോൾട്ട്, ലോ ഫാറ്റ് ആൻഡ് ലോ ഇൻടേക്ക് ഓഫ് കാലറി. ഇതെല്ലാം ഫുഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസ്ചാർജ് പ്ലാനിൽ നമ്മൾ എടുത്തതാണ്. ലോ സോൾട്ട്, ലോ ഫാറ്റ് ആൻഡ് ലോ ഇൻടേക്ക് ഓഫ് കാലറി. Low salt, low fat and low intake of calorie. Okay. Kindly emphasize her to avoid spicy food and maintains. ഇവളെ എംഫസൈസ് ചെയ്യണം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ആൻഡ് മെയിൻറ്റെയിൻസ് ആൻഡ് ടു മെയിൻറ്റെയിൻ, അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണെങ്കിൽ ആൻഡ് ടു മെയിൻറ്റെയിൻ സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഡയറ്റ്. ഓക്കെ, അമ്പിളി.
Okay. It is very important. Okay. Already correction for that. Low salt, low fat and low intake of calorie. എങ്ങനെയാണ് ഈ ഒരു ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് എന്താണ് ആൻസർ കൊടുക്കാൻ പറ്റുന്നത്? Low salt, low fat and low intake of calorie. Kindly educate her regarding the importance of talking എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്പെല്ലിംഗ് taking ആണ്. Taking low salt, low fat and low calorie food. Okay, kindly educate her regarding the importance of taking low salt, low fat and low calorie food. Okay, kindly make sure that പറയണം. She is taking. Kindly make sure that she is taking low salt, low fat and low intake of calorie diet. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി ഇവർക്ക് അഡ്വൈസ് കൊടുത്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞെഴുതണം. ഇനി ഇവരിതൊക്കെ നോക്കണം, അതായത് നമ്മുടെ റീഡർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ കൈൻഡ്ലി മേക്ക് ഷുവർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ അവൾക്ക് ഈ കാര്യത്തിനൊക്കെ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതി വേണം നമ്മൾ ഡിസ്ചാർജ് പ്ലാൻ എഴുതാൻ വേണ്ടിയിട്ട്. അതായത് അഡ്വൈസ് ചെയ്ത കാര്യമാണെങ്കിൽ അവൾക്ക് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ. അതല്ല, അതിന് പകരം റീഡറാണ് ഈ കാര്യങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ, അല്ലെങ്കിൽ നിങ്ങളിത് എൻഷുവർ ചെയ്യണം എന്നുള്ള രീതി നമ്മൾ പറയണം കേട്ടോ. അതും നിങ്ങൾ മൈൻഡ് വെച്ചോണം. ഷീ റിക്വയർസ് ലോ സോൾട്ട്, ലോ ഫാറ്റ് ആൻഡ് ലോ കാലറി ഡയറ്റ്. ലോ സോൾട്ട് ഒക്കെ കഴിഞ്ഞിട്ട് യു ഹാവ് ടു പുട്ട് എ കോമ. ഇവിടെ ലോ എന്നുള്ളത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം എന്നില്ല. നമുക്ക് വേണമെങ്കിൽ ലോ സോൾട്ട് കോമ ഫാറ്റ് ആൻഡ് കാലറി എന്ന് വേണമെങ്കിൽ പറയാം. ലോ സോൾട്ട്, ലോ ഫാറ്റ്. ഓക്കെ, അത് കോമ ആയിട്ട് വേണം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. It is beneficial to take low salt, low fat and low calorie diet. Okay. It is worthy to mention she has been. So it is worthy to mention എന്നൊക്കെ പറയുന്നത് നമ്മൾ കുറച്ച് ടൈപ്പ് ഓഫ് വേർഡി സെൻറ്റൻസുകളാണ്. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലെറ്ററിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം ഷീ ഹാസ് ബീൻ അഡ്വൈസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ മീനിങ് പ്രോപ്പറാണ്. ഇവിടെ ഇറ്റ് ഈസ് വേർതി ടു മെൻഷൻ എന്നൊക്കെ പറയാൻ നമ്മൾ ഭയങ്കരമായിട്ടൊരു ഇച്ചിരി ഒരു ആർട്ടിഫിഷ്യൽ രീതിയിലുള്ള നമ്മൾ ഒരു മെമ്മറൈസ് ചെയ്ത് എഴുതുന്ന ഒരു ഫീലൊക്കെ വരും. സോ അങ്ങനത്തെ ഫ്രേസസ് ഒന്നും OET റൈറ്റിങ്ങിനകത്ത് ആവശ്യമില്ല. വളരെ ഫോർമലായിട്ടും ക്ലിയർ ആയിട്ട് നമ്മളത് എഴുതിയാൽ മതി. സോ ഇവിടെ യോണ്ടൻ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട് OET റൈറ്റിങ്ങിനകത്ത്. അതിനെ നമ്മൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത വേർഡി സെൻറ്റൻസുകൾ ഫ്രേസൊക്കെ എഴുതുമ്പോൾ നമ്മുടെ മാർക്ക് അവിടെ പോകാൻ ഇടയാവും. അതുകൊണ്ട് തന്നെ യു ക്യാൻ അവോയ്ഡ് ദാറ്റ്. ഓക്കെ, ഷീ ഹാസ് ബീൻ അഡ്വൈസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ മീനിങ് ഈസ് പ്രോപ്പർ ദെയർ. സോ ഷീ ഹാസ് ബീൻ അഡ്വൈസ്ഡ് ടു ടേക്ക് ലോ ഇൻടേക്ക് ഓഫ് സോൾട്ട്, ഫാറ്റ് ആൻഡ് കാലറി. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ മതി. ദാറ്റ്സ് റൈറ്റ്. ഓക്കെ, kindly encourage her to take low salt, low fat and low intake of calorie. Okay, please make sure that she takes low salt, low fat and okay, fine. Kindly initiate her to take low salt. Okay, അവളെ ഇനിഷ്യേറ്റ് ചെയ്യണം മീൻസ് അവൾക്കൊന്ന് ഇനിഷ്യേറ്റിൻ്റെ ഒരു മീനിങ് എന്നുള്ള സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ള മീനിങ്. അപ്പോൾ അവിടെ അത് ഇച്ചിരി ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആണ് ഇനീഷ്യേറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് കേട്ടോ. Kindly ensure that she is taking low salt, low fat and low calorie diet. Okay, please make sure that she is taking low salt and fat, also low calorie. അവിടെ ഒരു കുറച്ച് പ്രോബ്ലം ഉണ്ട് മീനിങ്ങിനകത്ത് 5 എഴുതിയതിനകത്ത്. സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ഷീ ഈസ് ടേക്കിംഗ് ലോ ഫാറ്റ്, സോൾട്ട് ആൻഡ് കാലറി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ഒരുപാട് ആൻസേഴ്സ് നമുക്ക് കിട്ടി. സോ വിൽ ജസ്റ്റ് ലുക്ക് അറ്റ്, നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ഒക്കെ കറക്റ്റാണ്, നിങ്ങൾ അതുപോലെ തന്നെ മാറ്റി എഴുതിയാൽ മതി. ബട്ട് മൈ ആൻസർ ഈസ് ഷീ ഹാസ് ബീൻ ഇൻസ്ട്രക്റ്റഡ് ടു ടേക്ക് ഫുഡ് ലോ ഇൻ സോൾട്ട്, ഫാറ്റ് ആൻഡ് കാലറി. നമ്മൾ ലോ എന്നുള്ള പറഞ്ഞ വേർഡ് നമ്മൾ ഓരോന്നിനും റിപ്പീറ്റ് ചെയ്യണം എന്നില്ല. നമുക്കതിന് പകരം ഇങ്ങനെ പറയാം, ഷീ ഹാസ് ബീൻ ഇൻസ്ട്രക്റ്റഡ് ടു ടേക്ക് ഫുഡ് ലോ ഇൻ സോൾട്ട്, ഫാറ്റ് ആൻഡ് കാലറി. ഫുഡ് ലോ ഇൻ സോൾട്ട്, ഫാറ്റ് ആൻഡ് കാലറി. ഇവിടെ ഷീ ഹാസ് ബീൻ ഇൻസ്ട്രക്റ്റഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സോൾട്ട്, ഫാറ്റ്, കാലറി ഒക്കെ ലോ ആയിട്ടുള്ള ഫുഡ് ഇവളിനി അത് കുറച്ചുള്ളതേ എടുക്കാവുള്ളൂ. അപ്പോൾ അത് അവൾ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഷീ ഹാസ് ബീൻ ഇൻസ്ട്രക്റ്റഡ് ടു ടേക്ക് ഫുഡ് ലോ ഇൻ സോൾട്ട്, ഫാറ്റ് ആൻഡ് കാലറി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് മേക്ക് ഷുവർ. ഓക്കെ,
can just read it. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? അപ്പം ഞാൻ ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ കണ്ട ആ ഒരു എൻറ്റയർ ഡിസ്ചാർജ് പ്ലാൻ ഒന്ന് എടുക്കാം. ഇതായിരുന്നു നമ്മൾ കണ്ട ഒരു ഡിസ്ചാർജ് പ്ലാന്. മോണിറ്റർ വൂണ്ട് വൺസ് ഇൻ 2 days ഉണ്ടായിരുന്നു. മോണിറ്റർ മെഡിക്കേഷൻ കംപ്ലയൻസ്, മെയിൻറ്റെയിൻ മോഡിഫൈഡ് ഡയറ്റ്, അവോയ്ഡ് സ്പൈസി ഫുഡ്, അതുണ്ട്, ലോ സോൾട്ട്, ലോ ഫാറ്റ്, ലോ ഇൻടേക്ക് ഓഫ് കാലറി. ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയപ്പോൾ ഇങ്ങനെ വന്നു. ഒന്ന് വന്നത് ഹെർ ഡ്രസ്സിംഗ് ക്യാൻ ബി റിമൂവ്ഡ് ആഫ്റ്റർ 48 hours ഓഫ് ഡിസ്ചാർജ് ആൻഡ് കൈൻഡ്ലി മോണിറ്റർ ഹെർ വൂണ്ട് വൺസ് ഇൻ 2 days. അത് നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞു ആ ഒരു പാരഗ്രാഫിൽ. ആ പാരഗ്രാഫിൽ തന്നെ നമുക്ക് അടുത്ത സെൻറ്റൻസ് പറയാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മോണിറ്റർ ഹെർ മെഡിക്കേഷൻ കംപ്ലയൻസ് എസ്പെഷ്യലി വിത്ത് അനാൽജസിക്സ്. അടുത്തത് നമ്മൾ പറഞ്ഞു എൻഷുർ ദാറ്റ് ഷീ മെയിൻറ്റെയിൻസ് മോഡിഫൈഡ് ഡയറ്റ് ഫോർ 1 month ഡ്യൂ ടു ചാൻസ് ഓഫ് ഫ്ലാറ്റുലൻസ് ആൻഡ് ഇൻഡൈജഷൻ. And at the sentence, please instruct her to avoid spicy food and provide small and frequent diets. Okay. And finally, she has been instructed to take food low in salt, fat and calorie. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഡിസ്ചാർജ് പ്ലാനിനകത്ത് വന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെങ്കിൽ വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. ഓക്കെ, വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. സോ ഹിയർ പേഷ്യൻറ്റ് വി കൊടുത്തിട്ടുണ്ട്. വി മീൻസ് വെരി എന്നാണ്. ആൻഷ്യസ് ടു സ്റ്റാർട്ട് ന്യൂ പ്രഗ്നൻസി, ബ്രാക്കറ്റിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. പേഷ്യൻറ്റ് വി മീൻസ് വെരി, വെരി ആൻഷ്യസ് ടു സ്റ്റാർട്ട് ന്യൂ പ്രഗ്നൻസി, ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക് കൗൺസിലിംഗ്. സോ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് ഇതൊരു പോസിബിലിറ്റീനെയാണ് കാണിക്കുന്നത്. പോസിബിലിറ്റീനെ കാണിക്കുമ്പോൾ തന്നെ എല്ലാം ഹീ ഹാസ് അല്ലെങ്കിൽ ഹി സസ്പെക്റ്റഡ് ടു ഹാവ് എന്ന് മാത്രമല്ല അതിൻ്റെ മീനിങ് വേറെയും ഉണ്ട്. ചിലപ്പം ആവശ്യമുണ്ടെന്നായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടായിരിക്കാം എന്നൊക്കെയാണ് മീനിങ് കേട്ടോ. സോ ഇവിടെ ഓക്കെ, പേഷ്യൻറ്റ് വെരി ആൻഷ്യസ് ടു സ്റ്റാർട്ട് ന്യൂ പ്രഗ്നൻസി, സസ്പെക്റ്റഡ് ബ്രാക്കറ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് നമ്മൾ ഈ സെൻറ്റൻസിനെ ട്രാൻസ്ഫോം ചെയ്ത് എഴുതാൻ പറ്റുന്നത്? സോ ഒരു ക്വസ്റ്റ്യൻ, പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഹൈഫനേറ്റഡ് ആണെന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ? പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഹൈഫനേറ്റഡ് അല്ല. പോസ്റ്റ് ഓപ്പറേറ്റീവിനാണ് നമ്മൾ ഹൈഫൻ കൊടുക്കുന്നത്. പോസ്റ്റ് ഓപ്പറേറ്റീവിലി ഹൈഫൻ ഇടത്തില്ല. ഓക്കെ, ഇടാറില്ല. ഇനി ചില കേസിൽ നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഹൈഫൻ ഇട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പം OET തന്നെ ലെറ്റർ നോക്കുവാണെങ്കിൽ ചില സാമ്പിൾ ലെറ്ററിൽ പോസ്റ്റ് ഓപ്പറേറ്റീവിലിയും ഹൈഫൻ ഇട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ഹൈഫൻ ഇട്ട് എഴുതുന്നത് ഓർത്തതൊരു വലിയ മേജർ മിസ്റ്റേക്ക് ഒന്നുമല്ല. ഇനിയിപ്പോൾ നിങ്ങൾ പോസ്റ്റ് ഓപ്പറേറ്റീവിലേക്ക് ഒരു ഹൈഫൻ ഇട്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ വെരി മേജർ മിസ്റ്റേക്ക്. ഓക്കെ, ആൻഷ്യസ് ടു സ്റ്റാർട്ട്, ബിക്കോസ് ഓഫ് ഹർ ആൻഷ്യസ് ടു സ്റ്റാർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. സോ നമ്മുടെ ഡിസ്പ്ലേ ഓഫ് ആയിട്ടുണ്ട്. ഐ ജസ്റ്റ് വാണ്ട് ഇറ്റ് ടു ബി സ്റ്റാർട്ടഡ് അഗെയിൻ. യാ, സോ ഞാൻ നോക്കട്ടെ, കമൻസ് നോക്കാം. ഷീ മേ നീഡ് കൗൺസിലിംഗ് ബിക്കോസ് ഓഫ് ഹർ ആൻഷ്യസ്. ബിക്കോസ് ഓഫ് ഹർ ആൻഷ്യസ് എന്ന് പറയാൻ പറ്റില്ല, അവൾ ആൻഷ്യസ് ആയതുകൊണ്ട്. സോ ഷീ മേ റിക്വയർ എ കൗൺസിലിംഗ് ഡ്യൂ ടു ഹെർ ആൻസൈറ്റി ടു സ്റ്റാർട്ട് എ ന്യൂ പ്രഗ്നൻസി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, യാ, കൂടുതൽ ആൻസേഴ്സ് യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് മോർ ആൻസേഴ്സ്. ഐ ക്യാൻ ജസ്റ്റ് ചെക്ക് ദിസ് ടൈം. ചെക്ക് ചെയ്യാം ഇപ്പം ഇടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനി അതർ ആൻസേഴ്സ് ഫോർ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ? Any other answers for the previous question? She is very anxious to start new pregnancy for which she may require counsel. Okay, she is very anxious to start new pregnancy for which she may. ഒന്നെങ്കിൽ for which പറയാം, ഇല്ലെങ്കിൽ therefore പറയാം. therefore എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പറയാം.
ഓക്കെ, സോ നമ്മളിവിടെയായിരുന്നു. സോ ഇതിൻ്റെ ഒരു ആൻസർ ഞാൻ പറയാം. She may require counseling due to her anxiety to start new pregnancy. Due to her anxiety to start new pregnancy. Okay. So next question. As she is very anxious to start new pregnancy. അങ്ങനെ വേണമെങ്കിലും പറയാം. As വെച്ച് വേണമെങ്കിൽ പറയാം. She may require counseling. As വെച്ച് പറയാം. Okay, it's okay. Okay, so patient advice. അടുത്ത question ആണ്. Patient advised no sexual intercourse for 2 months, bracket, use barrier contraception if takes place, and wait 3 months or 2 menstrual cycles before pregnancy, bracket, arrange GP urine test. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഡിസ്ചാർജ് പ്ലാനിൽ എഴുതുമ്പം ട്രാൻസ്ഫോം ചെയ്ത് എഴുതാൻ പറ്റുന്നത്? നമുക്ക് ഈ ഒരു എൻ്റയർ സെൻറ്റൻസ് അതുപോലെ തന്നെ എഴുതി വെക്കാൻ പറ്റത്തില്ല. ഇറ്റ് ഷുഡ് ബി കൺസൈസ്ഡ് ആൻഡ് ക്ലിയർ. അപ്പം ഇതെങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്? ജസ്റ്റ് റീഡ് ഇറ്റ് ആൻഡ് ജസ്റ്റ് ട്രൈ ടു ആൻസർ ദ സെയിം. ഓക്കെ, use barrier contraception if takes place and wait 3 months or 2 menstrual cycles before pregnancy. Try to answer the same. എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പറ്റുന്നത്? സോ നമ്മൾ എഴുതുമ്പം ഓർക്കണം, എപ്പോഴും അത് കൺസൈസ്ഡ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ജസ്റ്റ് അതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒരുപാട് എഴുതി വെക്കാൻ പറ്റത്തില്ല. ഷുഡ് ബി കൺസൈസ്ഡ് ആൻഡ് ക്ലിയർ, ബിക്കോസ് കൺസൈസൻസ് ആൻഡ് ക്ലാരിറ്റി എന്ന് പറയുന്നത് OET റൈറ്റിങ്ങിലെ ഒരു ക്രൈറ്റീരിയ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ എപ്പോഴും കൺസൈസ്ഡ് ആയിരിക്കണം. Please try it. Try this question and answer it. Yeah, I'm just waiting for your answers. Somebody please try answering this one. Okay, she may require, okay. So if you're not writing the answer, then I'll give you the answer for this. Okay. Question എല്ലാവരും കണ്ടല്ലോ. I'll give you the answer for this. She was advised to avoid sexual intercourse without barrier contraception for 2 months, as well as so she was advised for no sexual intercourse for 2 months. Therefore, wait for 3 months or 2 menstrual cycles before pregnancy. Okay, she was advised to no sexual, advised to avoid എന്ന് വേണമെങ്കിൽ പറയാം, sexual intercourse for 2 months and use barrier contraception if takes place. Okay, so this can also be considered as the answer for the previous question. She was advised to avoid sexual intercourse without barrier contraception for 2 months, as well as, so ഇവിടെ നമ്മൾ ആൻഡിന് പകരം as well as എന്ന് പറഞ്ഞ കണക്ടർ യൂസ് ചെയ്തു, as well as to wait 3 months or 2 menstrual cycle before next pregnancy. So this can be considered as the exact answer. She was advised to avoid sexual intercourse without barrier contraception for 2 months, as well as to wait 3 months or 2 menstrual cycle before next pregnancy. Okay? Okay. Even though intercourse is not recommended for 2 months, she can use barrier contraception if required. അങ്ങനെ വേണമെങ്കിലും അതിനെ ആൻസർ ചെയ്യാം. She can use barrier. Okay, that's also again right. And ഇത് ഈ ഒരു പോയിന്റും കൂടെ പറയണം. She needs to wait for 3 months or 2 menstrual cycle before next pregnancy. So ആ ഒരു പോയിന്റും കൂടെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ as well as വെച്ച് കണക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ പുതിയൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതണമെങ്കിൽ in addition കോമ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും എഴുതാം. കേട്ടോ?
Okay, so moving on to the next question. Patient can self-medicate, bracket supervision required. Patient can self-medicate and in the bracket supervision required. Patient can self-medicate, bracket supervision required. Okay, can somebody write answer for this one? Patient can self-medicate, bracket supervision required. Patient can self-medicate, bracket supervision required. Self-medicate ചെയ്യാൻ പറ്റും, പക്ഷേ supervision ആവശ്യമാണ്. Any answers for this one? Of not she require അല്ല, she requires ആണ്. They ആണെങ്കിൽ require പറയാം, she ആണെങ്കിൽ he ആണെങ്കിൽ requires ആണ്. Okay, so she requires supervision for self medicate. Okay, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇവിടെ പറഞ്ഞിരിക്കുന്നത് patient can self medicate ചെയ്യാൻ പറ്റും, പക്ഷേ supervision ആവശ്യമാണ് അല്ലേ, പക്ഷേ supervision ആവശ്യമാണ്. In spite of having supervision, she can self-medicate. He can self-medicate with supervision. Yeah, he can self-medicate with supervision. അത് പറയാം കേട്ടോ. Okay, he can self-medicate with supervision. So we look at the answer for this one. He can self-medicate with supervision, right? Yeah, Shilji പറഞ്ഞ ആൻസർ ആണ്. He can self-medicate with supervision പറയാം, under supervision വേണമെങ്കിൽ പറയാം. Again ബെനിറ്റ പറഞ്ഞിട്ടുണ്ട്, he can self-medicate under supervision പറയാം. Kindly supervise his medication as he is able to self-medicate എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. Kindly supervise his medication as he is able to self-medicate അങ്ങനെ വേണമെങ്കിലും പറയാം. Okay, he can self-medicate for which supervision is required അങ്ങനെ വേണമെങ്കിലും പറയാം. സൂസൻ പറഞ്ഞിട്ടുണ്ട്, he can self-medicate for which supervision is required അങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഓർത്താണ്, നമ്മൾ ഡിസ്ചാർജ് പ്ലാൻ എഴുതുമ്പം എല്ലായിടത്തും നമ്മൾ കൈൻഡ്ലി പ്ലീസ് എൻഷുർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ കൊടുക്കുന്നില്ല. അതില്ലാതെയും നമുക്ക് എഴുതാൻ പറ്റും, പക്ഷേ ഒരു പാരഗ്രാഫ് എഴുതുമ്പം എല്ലാ സെൻറ്റൻസിലും അത് വേണമെന്നില്ല, 1-2 എണ്ണം ഇല്ലാതെ എഴുതിയാലും മീനിങ് കറക്റ്റ് ആവും. കൈൻഡ്ലി സൂപ്പർവൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹീ ക്യാൻ സെൽഫ് മെഡിക്കേറ്റ് എന്ന് പറയാം. പക്ഷെ നമ്മളിവിടെ കൈൻഡ്ലി വെച്ചും പറഞ്ഞു. അപ്പോൾ 2 രീതി വേണമെങ്കിലും നിങ്ങൾക്കതിനെ പറയാൻ പറ്റും. Although patient can self-medicate, supervision requires. Although patient എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും റൈറ്റിങ്ങിൻ്റെ കേസ് നോട്ട് എഴുതത്തില്ല. Although he can self-medicate, കോമ ഇടണം, supervision is required, supervision is required എന്ന് വേണമെങ്കിൽ പറയാം. Supervision is required. Okay, മനു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു പാർട്ട് ക്ലിയർ ആണോ? ഓക്കെ, although he can self-medicate, supervision is required. So ഇതൊക്കെ ആണെങ്കിൽ I'll move on to the next one. Yeah. So this is again our last question. Appointment 21 October 2020, orthopedic OPD. Appointment 21 October 2020, orthopedic OPD. ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം? Please note self-medication is allowed under supervision. ഓക്കെ, പറയാം. സന്ധ്യ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ.
ഇവിടെ ഈ ഒരു ക്വസ്റ്റൻ എങ്ങനെയാണ് ആൻസർ ചെയ്യാം? നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലെല്ലാം ഇതിന് ആൻസർ കൊടുക്കുക. അപ്പോയിൻമെൻറ്റ് 21 ഒക്ടോബർ 2020 ഓർത്തോപീഡിക് OPD. ഇതിനെങ്ങനെ നമുക്ക് എഴുതാം? പല രീതിയിൽ എഴുതാം. നമ്മൾ ഇത്രയും നേരം പഠിച്ച ഫ്രേസസോ അല്ലെങ്കിൽ വേർഡ്സോ ഒക്കെ വെച്ചിട്ട് ഇതിനെ എഴുതി നോക്കിക്കേ. അപ്പോയിൻമെൻറ്റ് 21 ഒക്ടോബർ 2020 ഓർത്തോപീഡിക് OPD. എങ്ങനെയാണ് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നത്? ഹൗ ക്യാൻ വി ആൻസർ ഫോർ ദിസ് വൺ? ട്രൈ ചെയ്തേ. പല രീതിയിൽ എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് ട്രൈ ചെയ്ത് നോക്കൂ. I'm just waiting for, yeah. He is scheduled for an appointment in orthopedic OPD on 21st October 2020. He is scheduled means he is scheduled എന്ന് പറയും he has an appointment പറഞ്ഞാൽ ഇച്ചിരി കൂടെ appropriate ആയിരിക്കും. She has been scheduled an appointment in orthopedic OPD on 21 October 2020. Okay. Kindly note she has an appointment on 21 October 2020 in orthopedic OPD. It is important to note that she has an appointment in orthopedic OPD on 21st October. Okay. She has an appointment on 21st October 2020 at orthopedic OPD. Please note she has an appointment in orthopedic OPD on 21st October 2020. Benita, Arshad, Shilji, Shruti, Susan, Shilpa, എല്ലാവരും എഴുതിയിട്ടുണ്ട് ആൻസേഴ്സ്. അപ്രീഷിയേറ്റഡ്. കറക്റ്റ് ആൻസേഴ്സ് ആണ്. അറ്റ്ലീസ്റ്റ് യു ജസ്റ്റ് ട്രൈയിങ് റൈറ്റിംഗ് ഇറ്റ് റൈറ്റ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് കഴിഞ്ഞ് കോമ ഇടാതെ അതിന് പകരം പ്ലീസ് നോട്ട് പറയുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് she has an appointment on 21st October 2020 in orthopedic OPD. അങ്ങനെ എഴുതാം കേട്ടോ. She has an appointment on 21st October 2020 in orthopedic OPD. അങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ. Kindly note that she has an appointment in orthopedic OPD on 21st and 2020. So it's Jubi, your answer is right, but it's always better to expand the date. Date in namakku expand either 21 October 2020 എന്ന് എഴുതുന്നതാണ് better കേട്ടോ. Otherwise it's right. Okay. Any other answers? I'll wait for another minute for your answers, and after that we'll be concluding this session. എന്തെങ്കിലും റൈറ്റിങ്ങിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചോദിക്കാം, ഞാൻ ക്ലാരിഫൈ ചെയ്തു തരുന്നതാണ്. ഓക്കെ, ആൻസേഴ്സ് തീർന്നെങ്കിൽ I'll be giving the answer for this. സോ പല രീതിയിൽ നമുക്ക് എഴുതാം, അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഷീ ഹാസ് എൻ അപ്പോയിൻമെൻറ്റ് ഇൻ ഓർത്തോപീഡിക് OPD ഓൺ 21st October 2020. അവൾക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഷീ ഹാസ് എൻ അപ്പോയിൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ കൊടുത്തു. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ പ്ലീസ് നോട്ട് വെച്ചിട്ടും ആൻസർ ചെയ്തിട്ടുണ്ട്. പ്ലീസ് നോട്ട് ഷീ ഹാസ് എൻ അപ്പോയിൻമെൻറ്റ് ഇൻ ഓർത്തോപീഡിക് OPD ഓൺ 21st October 2020. അങ്ങനെ പ്ലീസ് നോട്ട് വെച്ചിട്ട് നമുക്ക് എഴുതാം. വേറെയുള്ളത് ഹെർ നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് ഈസ് സ്കെഡ്യൂൾഡ് ഓൺ 21st October 2020 in orthopedic OPD. Her next appointment is scheduled. ആ രീതിയിൽ എഴുതാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആൻസർ ആണ് on 20 October 2020, he has an appointment in orthopedic. he ആണെങ്കിൽ he കൊടുക്കുക, she ആണെങ്കിൽ she കൊടുക്കുക. she has an appointment. she ആണെങ്കിൽ she കൊടുക്കണം കേട്ടോ. she has an appointment in orthopedic OPD. Okay. Can we use but in OET letter? But നമുക്ക് OET-ക്കകത്ത് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം ഫോർ ദാറ്റ്. യൂഷ്വലി നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസ് എഴുതുമ്പോൾ നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസ് എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ബട്ട്. നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ബട്ടിന് പകരം നമുക്ക് ഹവർ വേണമെങ്കിൽ യൂസ് ചെയ്യാം.
ബട്ട് അത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ മാം, ഒരു ഡൗട്ട്. ഓൺഗോയിങ് കെയർ right continuing care, so for continued care and continuous we can ongoing care we can write continuing care. Okay, continued care and continued care നിങ്ങൾക്ക് continued care എന്ന് തന്നെ പറയാമല്ലോ. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇനി കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇനി ഫോളോ അപ്പ് കെയർ പറയാം, ഫോളോ അപ്പ് ചെയ്യണം. അത് ഫോളോ അപ്പ് കെയർ മീൻ ഇനി അതിനൊരു ഫോളോ അപ്പ് ആയിട്ട് മീൻ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ള രീതിയിൽ ഫോളോ അപ്പ് കെയർ പറയാം, അല്ലെങ്കിൽ കണ്ടിന്യൂഡ് കെയർ തന്നെ പറയാമല്ലോ. സെയിം പറയുന്നതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഫേർദർ കെയർ പറയാം, ഫേർദർ കെയർ ആൻഡ് മാനേജ്മെൻറ്റ് പറയാം. അല്ലെങ്കിൽ കണ്ടിന്യൂഡ് കെയർ, ഓൺഗോയിങ് കെയർ ഈ കണ്ടിന്യൂഡ് കെയർ എന്ന് പറയുന്നതിനകത്ത് വലിയ ഡിഫറൻസ് ഇല്ല. നിങ്ങളത് പറഞ്ഞാലും കണ്ടിന്യൂഡ് കെയർ എന്ന് പറഞ്ഞാലും ആ കെയർ എല്ലാം ഇനി കണ്ടിന്യൂ ചെയ്ത് കൊടുക്കണം എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. സോ അത് തന്നെ പറയുന്നതിനകത്ത് പ്രോബ്ലം ഇല്ല കേട്ടോ. ഓക്കെ ഓർത്തോപീഡിക് ഒ പി ഡി എന്ന് എഴുതിയാൽ കറക്റ്റ്. ഓർത്തോപീഡിക് ഒ പി ഡി എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അത് റീഡർ ആരാണെന്ന് നോക്കിയിട്ടാണ് എഴുതുന്നത്. റീഡർ ഇതൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ എഴുതുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഈ ഒ പി ഡി എന്ന് പറഞ്ഞ കാര്യമൊന്നും നമ്മൾ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമല്ല, അതങ്ങനെ തന്നെ എഴുതാം. അപ്പം അങ്ങനെ എഴുതുന്നതിന് പ്രോബ്ലം ഇല്ല. കാരണം അവർ കൊടുക്കേണ്ട ഒരു കാര്യങ്ങളൊന്നും ഇല്ല, ഇതൊരു ഇൻഫർമേഷനാണ്. ഇവർക്ക് ഇന്ന ദിവസം അവിടെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അത് ഒ പി ഡി എന്ന് പറഞ്ഞ് എഴുതിയാലും ഓർത്തോപീഡിക് ഒ പി ഡി എന്ന് പറഞ്ഞ് എഴുതിയാലും അത് കറക്റ്റാണ്. പ്രയോറിറ്റൈസ് ചെയ്താണോ എഴുതുന്നത്? റെക്കമെൻഡേഷൻ പാരഗ്രാഫ് എഴുതുമ്പോൾ റെക്കമെൻഡേഷൻ പാരഗ്രാഫ് മീൻസ് വാട്ട് യു മീൻ? എനിക്ക് അതിൻ്റെ എക്സാക്റ്റ് മീനിങ് മനസ്സിലായില്ല. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാമോ? എന്താണ് പ്രൊവൈഡിങ് പാരഗ്രാഫ് ആണോ റെക്കമെൻഡേഷൻ പാരഗ്രാഫ് എന്ന് ഉദ്ദേശിച്ചത്? ക്ലിയർ ആയില്ല. ക്യാൻ വി യൂസ് ഡേറ്റ് ഇൻ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്? ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം നമ്മൾ യൂസ് ചെയ്യും, അതുപോലെ പർപ്പസ് എന്താണെന്ന് നോക്കും, റീസൺ എന്താണെന്ന് കൊടുക്കും. പർപ്പസും റീസണും പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിമും അതുപോലെ ടൈപ്പ് ഓഫ് ലെറ്ററും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുന്നത്. അവിടെ നമ്മൾ ഡേറ്റ് കൊടുക്കുന്നത് നമ്മൾ യൂഷ്വലി ഫസ്റ്റ് പാരഗ്രാഫിലേക്കൊക്കെ വരുമ്പോഴാണ് ഡേറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ നമ്മൾ ഡേറ്റ് യൂഷ്വലി കൊടുക്കാറില്ല. ഓക്കെ, ഡിസ്ചാർജ് പ്ലാൻ അല്ലേ, ഷിൽജി ചോദിച്ചു. ഓക്കെ, ഡിസ്ചാർജ് പ്ലാനിൽ പാരഗ്രാഫ് എഴുതുമ്പം പ്രയോറിറ്റൈസ് ചെയ്താണോ എഴുതുന്നത്? അത് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതണം എന്നില്ല. പിന്നെ നമ്മൾ എപ്പോഴും എഴുതുമ്പം നമ്മുടെ ഒരു നല്ലൊരു ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ ജസ്റ്റ് ഓരോ ഓർഡറിനനുസരിച്ച് എഴുതാം, അത് നിർബന്ധമില്ല. നിങ്ങൾ കണ്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം അതിനകത്ത് വന്നാൽ മതി, അത് ആ ഓർഡറിൽ തന്നെ പാരഗ്രാഫ് പോകണം എന്നൊന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? എനി അതർ ഡൗട്ട്സ് ഓർ ക്വസ്റ്റ്യൻസ്? ഓക്കെ, any other questions? If we write a letter for social worker, then we have to start first body paragraph. So 90% ടൈമിൽ ഞാൻ 90% എന്നേ പറയുന്നുള്ളൂ, ഫുൾ ടൈം പറയുന്നില്ല, 100% പറയുന്നില്ല. കാരണം 90% നമ്മുടെ സോഷ്യൽ വർക്കറിന് എഴുതേണ്ട കേസ് നോട്ടുകൾ നമുക്ക് സോഷ്യൽ ഹിസ്റ്ററി വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം സോഷ്യൽ വർക്കറിന് മെഡിസിൻസിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യമോ അത്രയും അറിയണം എന്നില്ല. സോ 90% ടൈമിൽ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, അതെപ്പോഴും നിർബന്ധമായിരിക്കണമെന്നുമില്ല കേട്ടോ. മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതാറുള്ളത്, സോഷ്യൽ ഹിസ്റ്ററി വെച്ച് തന്നെയാണ് നമ്മൾ തുടങ്ങാറുള്ളത് സോഷ്യൽ വർക്കറിന് എഴുതുമ്പം. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കേസ് നോട്ട് അഗെയിൻ. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ്? വേറെ എന്തെങ്കിലും? ഹെൻസ് ആൻഡ് ദസ്, യെസ്, ഹെൻസും ദസും ഔട്ട്ഡേറ്റഡ് ആണ്, നമ്മളിപ്പം OET റൈറ്റിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഹെൻസും ദസും ഔട്ട്ഡേറ്റഡ് ആണ്. വി ഹാവ് ടു സ്റ്റാർട്ട് ഫസ്റ്റ്. ഓക്കെ, എനി അതർ ക്വസ്റ്റ്യൻസ്? ഇല്ല.
സോ എല്ലാവർക്കും ഈ ഒരു സെഷൻ ക്ലിയർ ആണെന്ന് വെക്കുന്നു. ഐ തിങ്ക് സോ. ആൻഡ് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓർക്കുക, നമ്മൾ ഡിസ്ചാർജ് പ്ലാൻ എഴുതുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് നമ്മളിവിടെ കണ്ടു. ഇത് കൈൻഡ്ലി, പ്ലീസ് പ്രൊവൈഡ്, എൻഷുർ, കൈൻഡ്ലി എൻഷുർ, പ്ലീസ് എൻഷുർ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് വൈറ്റൽ, എൻഷുർ ദാറ്റ്, പ്ലീസ് നോട്ട്, ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അതുപോലെ എക്സാമിന് നിങ്ങൾ നല്ല രീതിയിൽ എക്സാം എഴുതുക കേട്ടോ. കോൺസിക്വൻ്റ്ലി ഓൾദോ ഔട്ട്ഡേറ്റഡ് അല്ല, നോ. കോൺസിക്വൻ്റ്ലി ഓൾദോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് നല്ല സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് കോൺസിക്വൻ്റ്ലി ഓൾദോ ഒക്കെ നമ്മൾ OET എക്സാമിന് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് യു ഹാവ് ടു യൂസ് ദാറ്റ് കേട്ടോ, ഔട്ട്ഡേറ്റഡ് അല്ല. ആൻഡ് അതൊക്കെ സെൻറ്റൻസ് കൺസ്ട്രക്ഷനകത്ത് വരുമ്പം നല്ല സെൻറ്റൻസുകളായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. യു ക്യാൻ യൂസ് ദാറ്റ്. ആൻഡ് ഐ ഹോപ്പ് എവറിഥിങ് ഈസ് ക്ലിയർ. ആൻഡ് ഇനിയും നമ്മൾ ലൈവ് സെഷൻസ് ആയിട്ട് വരുന്നതാണ്. ഐ ഹോപ്പ് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ആസ്ക് മീ, ഐ വിൽ ബി ക്ലിയറിങ് ഇറ്റ് ഫോർ യു. ആൻഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഓൾ ദി ബെസ്റ്റ്. ആൻഡ് നിങ്ങളുടെ മാക്സിമം നിങ്ങൾ എഴുതുക, പെർഫോം ചെയ്യുക, ടെൻഷൻ ഇല്ലാതെ പോയി എക്സാം അറ്റൻഡ് ചെയ്യുക. ദെൻ പ്രിപ്പയർ ചെയ്യുന്നവരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, ടൈം വേസ്റ്റ് ആക്കരുത്, പ്രിപ്പയർ ചെയ്യുക മാക്സിമം. എപ്പോഴും ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പഠിക്കുക. എല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്നും കേൾക്കുന്ന എല്ലാം പഠിക്കാതെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ പഠിക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിങ് മീ ടിൽ നൗ. സോ ഇനിയും ലൈവായിട്ട് നമുക്ക് കാണാം കേട്ടോ. ജൂബി, താങ്ക് യു സോ മച്ച് ജൂബി. ഷിൽജി, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷിൽജി. നെക്സ്റ്റ് ലൈവിൽ നമുക്ക് ഇനിയും കാണാം. സോ മീൻ വൈൽ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. So effective. Thank you so much for your comments. ഇങ്ങനെ എന്ത് സെഷനാണ് ഇനി നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ ഐ വിൽ ബി കമ്മിങ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ ടോപ്പിക്. ഓക്കെ, നിങ്ങൾ പറയുന്ന ടോപ്പിക്കായിട്ട് വരാൻ പറ്റും. ഇപ്പോൾ ഡിസ്ചാർജ് പ്ലാൻ്റെ കാര്യം നമ്മൾ നേരത്തെ ലൈവ് ചെയ്തപ്പം ഒരുപാട് പേര് നമ്മളോട് റെക്കമെൻഡ് ചെയ്തതാണ് ഈ ഒരു ഡിസ്ചാർജ് പ്ലാൻ എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ. യു ഹാവ് ടു കം വിത്ത് എ ലൈവ്. സോ അതുകൊണ്ടാണ് ഇന്ന് ആ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ വന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ അറിയണമെന്ന് ആവശ്യമുള്ള ടോപ്പിക്ക് പറയുവാണെങ്കിൽ ഐ വിൽ ബി കമ്മിങ് ലൈവ് വിത്ത് ദാറ്റ് ടോപ്പിക്. ഓക്കെ, ശില്പ, താങ്ക് യു. ഓക്കെ, ബൈ ശില്പ. മനു, ബൈ മനു. അമ്മു പറഞ്ഞിട്ടുണ്ട്, ബൈ അമ്മു. സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ. ഓക്കെ, സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ മീൻസ് നമ്മൾ അതിനകത്ത് കേസ് നോട്ട്, ഇതിനു മുമ്പ് നമ്മൾ കുറേ ലൈവ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓരോ കേസ് നോട്ടും ട്രാൻസ്ഫോം ചെയ്യുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഓൾറെഡി ഞാൻ കണക്റ്റേഴ്സൊക്കെ യൂസ് ചെയ്ത് എഴുതുന്ന ലൈവ് എടുത്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് വാച്ച് ഇറ്റ്. കണ്ടിട്ടില്ലെങ്കിൽ ഇനി കാണാം. ആൻഡ് ഇനിയും അങ്ങനത്തെ സെഷനുമായിട്ട് ഞാൻ വരുന്നതാണ്. ഓബ്വിയസ്ലി ഐ വിൽ ബി കമ്മിങ് വിത്ത് ദാറ്റ് ടൈപ്പ് ഓഫ് സെഷൻസ് ഫോർ യു. യെസ്, സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ എടുക്കാം. ആൻഡ് സെൻറ്റൻസ് കൺസ്ട്രക്ഷനകത്ത് എപ്പോഴും ഓർത്തോണം, നമ്മളൊരു OET റൈറ്റിങ്ങിൽ എഴുതുമ്പം കോംപ്ലക്സ് കോമ്പൗണ്ട് സെൻറ്റൻസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ സെൻറ്റൻസുകൾ മാത്രമല്ല, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, പാസീവ് വോയിസ്, ഇതെല്ലാം തന്നെ നമ്മുടെ റൈറ്റിങ്ങിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. So again, thank you so much. We'll be back with another live session. Have a good night.